ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പല്ലവിയുടെ പിന്നാലെ നടന്ന് ഞാൻ നിന്റെ ഭർത്താവല്ലേ, അതല്ലേ, ഇതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഈ ഇന്ദ്രൻ ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഭാര്യ ഇവിടെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭർത്താവ് ഇവിടെ സ്റ്റുഡൻ്റായിട്ട് നമുക്കൊരു റീൽസ് എടുത്താലോ, അടിപൊളിയല്ലേ എന്ന് ചോദിച്ചു ഈ ഇന്ദ്രനെ. അവൻ്റെ ഒരു റീൽസ്, എനിക്ക് നാണമില്ല എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാനെന്ന് ചോദിച്ചപ്പോൾ, നീ മുന്നേ നടന്നാൽ പിന്നെ ഞാൻ പിന്നാലെ അല്ലേ നടക്കാൻ പറ്റുള്ളൂ പല്ലവി, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിച്ചു. ഒരു കാര്യം ചെയ്യേ, നീ എൻ്റെ പുറകെ നടക്കുക, അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നില്ലേ, ഞാൻ നിൻ്റെ മുന്നേ നടക്കാം, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല, സോൾവ് ആയില്ലേ എല്ലാം എന്നും ചോദിച്ചുകൊണ്ട് ഇയാൾ ഇങ്ങനെ ഈ പല്ലവിയെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ പല്ലവി ആണെങ്കിൽ ഇവൻ്റെ ഒരു കളി നടക്കില്ല എന്ന് വീണ്ടും വീണ്ടും ആണയിട്ട് ഇവൻ്റെ മുന്നിൽ പറയുന്നുണ്ട്. നീ എന്തെല്ലാം കാണിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു പല്ലവി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. നമുക്ക് രണ്ട് കുട്ടികൾ മതി കേട്ടോ പല്ലവി, ഒരു കുട്ടി പല്ലവിക്കുട്ടി, ഒരു കുട്ടി ഇന്ദ്രൻകുട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞത് ഇന്ദ്രൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെ, പല്ലവിക്കുട്ടി ഇന്ദ്രൻകുട്ടി, പല്ലവിക്കുട്ടി ഇന്ദ്രൻകുട്ടി നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പം, നിർത്തടോ, താൻ എന്താ എന്നെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് പല്ലവി അന്നേരം ഇയാളോട് ചോദിച്ചു. ഒരിക്കലും തൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്ന് പല്ലവി പറയുന്നത് കേട്ടപ്പോൾ ഇവനൊന്ന് ചിരിച്ചു. എങ്കിലും നീ ഇവിടെ സ്വസ്ഥമായി പഠിപ്പിക്കുന്നതേ എനിക്കൊന്ന് കാണണം എന്ന് പല്ലവിയെ ഇന്ദ്രൻ വെല്ലുവിളിക്കുക. നിനക്ക് ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകേണ്ടി വരും, അതിനുള്ള പണിയൊക്കെ എനിക്കറിയാം, ഞാൻ ചെയ്തിരിക്കും എന്നും പറഞ്ഞ് പല്ലവി ഇവൻ വെല്ലുവിളിക്കുന്നു. നീ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഈ ഇന്ദ്രനോട്, അത് നീ മറന്നു പോകരുത്, അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ, നിന്നെ ഞാൻ അനുഭവിപ്പിക്കുമെന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ പല്ലവിയോട് പറയുവാണ്. വരാൻ പോകുന്നത് നീ കണ്ടോ, ഈ കോളേജിലിട്ട് നിന്നെ കൊണ്ട് ഞാൻ മൂക്കുകൊണ്ട് ഇക്ഷ എഴുതിപ്പിച്ചിരിക്കും ഞാനെന്നൊക്കെ പല്ലവിയോട് ഇന്ദ്രൻ. അതൊന്നും ക്യാപിറ്റൽ ലെറ്റർ അല്ല, സ്മോൾ ലെറ്റർ തന്നെ ഞാൻ എഴുതിക്കും, അതൊക്കെ പറഞ്ഞാണ് നമ്മുടെ ഇന്ദ്രൻ പല്ലവിയെ വെല്ലുവിളിക്കുന്നത്. അതും പറഞ്ഞ് ഇവനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പല്ലവി തകർന്ന് കരഞ്ഞ് അങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. മുന്നിൽ ഒരു വഴിയില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ പൊന്നുമടത്തിൽ അഹങ്കാരികളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുക. ഇന്ന് പല്ലവി കോളേജിൽ അനുഭവിച്ച ദുരിതത്തെപ്പറ്റി പറഞ്ഞ് ചിരിക്കുവാണ് നമ്മുടെ സ്വാതി. ഇന്ന് അയാൾ അവിടെ വന്നത് എങ്ങനെയാണെന്നറിയാം, ഗംഭീര എൻട്രി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടിപൊളിയെന്നും പറഞ്ഞ് ഋതു, എനിക്കങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അയാളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗാണ്. എനിക്കിനി തോന്നുന്നില്ല പല്ലവി ടീച്ചർ ആ കോളേജിൽ വരുമെന്ന്, ജോലി രാജിവെച്ച് ഓടിപ്പോകാൻ തന്നെയാണ് സാധ്യതയെന്നൊക്കെ സ്വാതി പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. എന്തിനാ അതിനുവേണ്ടി ജോലിയൊക്കെ രാജിവെക്കുന്നത്? പല്ലവി ചേച്ചി അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് നമ്മുടെ അച്ചു അന്നേരം പറഞ്ഞു. തെറ്റ് ചെയ്തോ ഇല്ലയോ അതൊന്നും അല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം. എങ്ങനെ പല്ലവി ടീച്ചറെ ഇന്ദ്രനെ ഫേസ് ചെയ്യും, അതാണ് പ്രശ്നം. ഇന്ദ്രൻ കരുതി കൂട്ടി തന്നെ പല്ലവിയെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം പിന്നെ പല്ലവി അയാൾ അവിടെ വെറുതെ ഇരുത്തോ? ഇല്ല. അപ്പം എന്തായാലും നമ്മുടെ ഈ വീട്ടിൽ താമസിച്ച് കുറേ പെണ്ണുമ്പോൾ സുഖിച്ചില്ലേ, അനുഭവിക്കട്ടെ, അതിനുള്ള ശിക്ഷ കിട്ടാൻ പോകുന്നെന്ന് നമ്മൾ അങ്ങ് കരുതിയാൽ മതിയെന്നും പറഞ്ഞാണ് ഋതു. നമ്മൾ പാവങ്ങളായതുകൊണ്ട് അച്ഛൻ്റെ വിൽപ്പത്രത്തിൽ അയാൾക്കൊരു സ്ഥാനം ഉള്ളതുകൊണ്ടും നമ്മുടെ തലയിൽ കയറി നിരങ്ങുകയല്ലായിരുന്നോ നിയമപരമായി തന്നെ ഇത്രയും ദിവസം, അതിനൊക്കെ ഒരു തിരിച്ചടിയാണ് നിങ്ങൾ കൂട്ടിയാൽ മതിയെന്ന് ഋതു ഇങ്ങനെ പറയാം. ഏതായാലും ആ ഇന്ദ്രൻ വന്ന് അവൾക്കിട്ട് കൊടുക്കുമ്പോൾ അവളുടെ അഹങ്കാരം അതോടെ അങ്ങ് അവസാനിച്ചോളൂ എന്നൊക്കെയാണ് ഋതു ഇരുന്ന് പറയുന്നത്. ഇതൊക്കെ കേട്ട് അച്ചു സങ്കടപ്പെട്ടിരിക്കുക. സ്വന്തം കാലിൽ നിൽക്കുകയായിരുന്നു എന്നാണല്ലോ ഭാവം, ഇനി എന്തു പറയുമെന്ന് എനിക്കൊന്ന് കാണണം എന്നൊക്കെ ഋതു ഇരുന്ന് പറഞ്ഞപ്പോൾ കഷ്ടമുണ്ട്. ഒരാൾക്കൊരു പ്രശ്നം വരുമ്പം നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടതെന്ന് അച്ചു ചോദിച്ചു. അപ്പം ഞങ്ങൾ ഇങ്ങനെയേ സംസാരിക്കുമെന്ന് ഋതു. ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാനേ പറ്റൂ, പ്രത്യേകിച്ച് അവരുടെ കാര്യത്തിൽ. ഞങ്ങളുടെ ആരുമല്ല ഈ പല്ലവി എന്ന് പറയുന്നവൾ, അതുകൊണ്ട് അവൾക്ക് വേണ്ടി സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇവളുമാര്. അപ്പം ചേച്ചിക്കും ഇല്ല, അത് ഓർത്താൽ നല്ലതാണെന്ന് സ്വാതി. അതും പറഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പക്ഷെ അച്ചുവിന് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ, അച്ചു വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഇന്ദ്രൻ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അമ്മ വന്ന് കോളേജിലെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ മകൻ ഇതെല്ലാം അമ്മയോട് വിളമ്പി കൊടുക്കുവാണ്. അവൾ അവിടെ ടീച്ചർ, ഞാൻ അവിടെ സ്റ്റുഡൻ്റ്, എല്ലാം പൊളിക്കും ഞാനെന്ന് പറഞ്ഞപ്പോൾ, എടാ മോനെ, അവൾ നിൻ്റെ കാൽച്ചോട്ടിൽ വരണം, അവൾ അവിടെ നിന്നാൽ പോരാ, അവൾ ഈ മുറ്റത്ത് വന്ന് നിൽക്കണം. നമ്മൾ മോശക്കാരല്ല എന്ന് അവൾ മനസ്സിലാക്കണം മോനെ, അതിനാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അമ്മേ, അതിനല്ലേ അമ്മ ഞാൻ കോളേജിൽ പോയത്, അമ്മ കണ്ടോ, അവൾ തുള്ളിക്കൊണ്ട് ഇവിടെ വരുത്തു ഈ ഇന്ദ്രൻ. ഒന്നെങ്കിൽ അവളല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊരാളെ ഉണ്ടാവുള്ളൂ ആ കോളേജിൽ, അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു. അവൾക്ക് ജോലി ഉണ്ടാകരുത്, ആ ജോലി കൊണ്ടാണല്ലോ അവൾ അഹങ്കരിക്കുന്നത്. നിനക്കറിയോ, അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ എന്നെ നോക്കി പറഞ്ഞ് പരിഹസിച്ച് ചിരിച്ച ബന്ധുക്കളുണ്ട്. അവരുടെ മുന്നിലേ ഈ രാജലക്ഷ്മിക്ക് തലയെടുപ്പോടുകൂടി തന്നെ നിൽക്കണം. അങ്ങനെ നിൽക്കണമെങ്കിൽ അവൾ ഇവിടെ വരണം, എൻ്റെ കാൽ ചുവട്ടിൽ വരണമെന്ന് പറയുമ്പോൾ അമ്മയുടെ ആഗ്രഹം ഈ മകൻ നടത്തി തന്നിരിക്കും, നടക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങോ പോകാൻ നോക്കുമ്പോൾ, നീ എങ്ങോട്ടാടാ മോനെ എന്ന് രാജലക്ഷ്മി ചോദിക്കുക. അത് കേട്ടപ്പോൾ ഇന്ദ്രൻ അമ്മയ്ക്കരികിലേക്ക് ചെന്നിട്ട്, കുറച്ച് പണി ചെയ്ത് തീർക്കാനുണ്ട് അമ്മേ. അതെ, ജോലി കഴിഞ്ഞു, ഇനി അത് കഴിഞ്ഞാലോ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും വരും. എന്താ
എല്ലാം പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അതെ, അമ്മ പേടിച്ചു പോയോ? ഞാൻ പെട്ടെന്ന് വരാമേ, നോട്ട്സ് വാങ്ങണ്ടേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പല്ലവി മിസ്സിൻ്റെ സ്റ്റുഡൻ്റ് അല്ലേ എന്നും ചോദിച്ച് ഇന്ദ്രൻ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും കേട്ടോ. തള്ളയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ കേട്ടുകൊണ്ട് വിശ്വൻ ഇവരുടെ അടുത്തേക്ക് വന്നു. അമ്മയും ഏട്ടനും കൂടെ ഇത് എന്തു ഭാവിച്ചാന്ന് ചോദിച്ചു. ഏട്ടൻ എന്തിനാ കോളേജിൽ പോയിരിക്കുന്നത്? അവൻ എന്തിനാ കോളേജിൽ പോകുന്നതിന് നീ പറയുന്നത്? നിനക്ക് അവനെ അറിയാലോ, അവൻ മിടുക്കനായിരുന്നു. എല്ലാ ക്ലാസ്സിലും അവൻ ഒന്നാമൻ തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മകനോട് പറയുക. എഞ്ചിനീയറിങ്ങിന് തോറ്റു കിടക്കുന്ന നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയുമ്പോൾ അതുകൊണ്ടല്ലമ്മേ ഞാൻ പറഞ്ഞത്. ഓരോ ദിവസം കഴിയുന്തോറും ഏട്ടൻ്റെ മനസ്സിൻ്റെ അവസ്ഥ അത് മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈശ്വൻ അന്നേരം പറഞ്ഞു. ഇങ്ങനെ പോയാലേ കാര്യങ്ങൾ അമ്മ പിടിച്ചെടുത്തൊന്നും കിട്ടിയെന്ന് വരില്ല. അതാ എനിക്ക് പേടിയെന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടായാലേ ഞാൻ സഹിച്ചു. എന്നെ കൂടുതൽ ആരും ഉപദേശിക്കാൻ വരണ്ട. എനിക്ക് വേണ്ടത് ഈ കുടുംബത്തിൻ്റെ മാനവ. രാജലക്ഷ്മിയുടെ മോനെ അവൻ്റെ ഭാരം ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായില്ലേ? ഇനി നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് തള്ള അങ്ങ് പോയി. മകൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ പല്ലവി വീട്ടിലോട്ട് വരിക. അപ്പോൾ പല്ലവി വരാൻ വൈകിയത് കൊണ്ട് പൂർണ്ണിമ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക കേട്ടോ. ഇതെന്താ വൈകിയെന്നുള്ളൊരിതിൽ. അപ്പോഴേക്കും പല്ലവി കയറി വന്നത് പൂർണ്ണിമ കണ്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, ഇപ്പോഴും എനിക്കിന്ന് ശ്വാസം നേരെ വീണതെന്നും ഒരു അപകടവും കൂടാതെ മോളിങ്ങ് തിരിച്ചെത്തിയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല്ലവിയുടെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കാം. അവൻ അവിടെയും വന്നല്ലേ എന്ന് പൂർണ്ണിമ ചോദിച്ചു. കോളേജിൽ നടന്നത് മുഴുവൻ സ്വാതി ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു. ബുദ്ധിമുട്ടാണെങ്കിൽ ആ ജോലിക്ക് ഇനി പോകണമെന്നില്ല എന്ന് പൂർണ്ണിമ പറയാം. കാശല്ലല്ലോ മോനെ, മനസ്സമാധാനമല്ലേ നമുക്ക് വലുത് എന്ന് പൂർണ്ണിമ ചോദിച്ചപ്പം ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടിയ ഒരു ജോലിയാണ് അമ്മേ. പഠിപ്പിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവൻ്റെ മുന്നിൽ മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് മോൾക്ക് തോന്നണുണ്ടോ എന്ന് ചോദിച്ചു. അവൻ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരില്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ പൂർണ്ണിമയുടെ വാക്ക് കേട്ട് പല്ലവിക്ക് സങ്കടമായി. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. ഈ പ്രായത്തിൽ കോളേജിൽ വന്ന് ചേരണമെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് മോൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പൂർണ്ണിമ ചോദിച്ചു. തീരുമാനം അതെന്താണെങ്കിലും മോള് തന്നെ എടുത്താൽ മതി. എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് മോളുടെ ഗുണത്തിന് വേണ്ടിയാണെന്ന് ഉണ്ടാകണമെന്ന് പറഞ്ഞു. പിന്നെ മോൾ അവിടെ ചെല്ലാതിരുന്നാൽ അവന് കോളേജിൽ വന്ന് വഴക്കൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇവിടെ അവന് കയറി വരാൻ പറ്റില്ല. ഇവിടെ സേതു ഉണ്ടല്ലോ, റോഡിൽ വെച്ചും പറ്റില്ല, അവിടെയും സേതു ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ പൂർണ്ണിമ പറയാം. കോളേജിൽ സേതു ഇല്ലല്ലോ, അതാ അവൻ്റെ ധൈര്യം, അതാ അവൻ അവിടെ വന്നതെന്നും പറഞ്ഞ് പൂർണ്ണിമ അകത്തേക്ക് കയറിപ്പോയി. പല്ലവി ഇങ്ങനെ ആകെ നിരാശയിൽ നിൽക്കുക. ഇത് കഴിഞ്ഞ് രാത്രിയായിട്ട് നമ്മുടെ പല്ലവിയുടെ അമ്മ അവിടെ ഇരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് മാഷ് അങ്ങോട്ടേക്ക് വന്നു. മാഷ് വന്നിട്ട് കിടക്കാനായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നാളെ കൊടുക്കേണ്ട ബ്ലൗസ് മാഷ് ഓർക്കം വരുന്നെങ്കിൽ കിടന്നോ, ഇതൊന്ന് തീർത്തിട്ട് എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ പാറു അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ വന്ന് അച്ഛനോടും അമ്മയോടും കോളേജിൽ ഇന്ദ്രൻ കയറി ചെന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചേച്ചി പറഞ്ഞതെല്ലാം പറയും. അപ്പോൾ ഇത് കേട്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. അവൻ എൻ്റെ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കില്ലേ, അത് ചെയ്യില്ലേ, ഇത് ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര സീന്. മാഷേ നമുക്കൊന്ന് പൊന്മടം വരെ പോയാലോ? അപ്പോൾ വേണ്ട എന്ന് മാഷു പറഞ്ഞു. മോളെ നീ അവളെ ഒന്ന് വിളിച്ച് തന്നേ, ഞാൻ നമ്മളോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിന്ന് മോളെ വഴിയിൽ വെച്ച് കണ്ടു, പിന്നെ സംസാരിച്ചു, ഇതെല്ലാം ഇങ്ങനെ പറയുക. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ പല്ലവിയുടെ ആ ഒരു പല്ലവിയുടെ ജീവിതത്തിൽ പല്ലവി നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇന്ദ്രൻ എന്ന് പറയുന്നവനെ എൻ്റെ മോൾക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഇതെല്ലാം ഇങ്ങനെ ഇവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ കുഞ്ഞിനെ അവൻ ദ്രോഹിച്ചാൽ അത് കണ്ട് കയ്യും കെട്ടി നിൽക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. എനിക്ക് എൻ്റെ മോളുടെ ജീവിതം തന്നെ വലുത്, അതിൽ തോട്ട് കളിക്കാൻ ഒരുത്തിനെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ 6 ഫോണുമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ അച്ഛൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചു. മോൾക്ക് അവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ലേ മോളെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അച്ഛാന്ന് പറഞ്ഞു. പറ്റണം, പഠിപ്പിക്കൽ എന്നുള്ളത് മഹത്വമുള്ളൊരു ജോലിയാണെന്ന് അച്ഛൻ പറയുക. ജോലിയല്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു സേവനമാണ് മോളെ എന്നും വിദ്യ പറഞ്ഞു കൊടുക്കുന്നവർക്ക് ആദ്യം വേണ്ട ഒരു ഗുണം എന്താണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. പേടിയില്ലായ്മയാണ് എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാന്നൊക്കെ പറഞ്ഞു പൂർണ്ണിമയും അതുപോലെ തന്നെ പല്ലവിയും. ഈ സമയത്ത് ഇന്ദ്രന് നല്ല ഒരുത്തനെ എൻ്റെ മോള് പേടിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കണം. നീ ആ ചെയ്യുന്നത് ശരിയല്ല. നിനക്ക് മാത്രമല്ല ഞാൻ അടക്കമുള്ള മൊത്തം അധ്യാപകർക്കും അതൊരു നാണക്കേടാണ്, നിനക്കറിയാവോ എന്ന് ചോദിച്ചു. മുന്നോട്ട് വെച്ച കാലം ഒരു കാരണവശാൽ എൻ്റെ പൊന്നുമോളെ പിന്നോട്ട് എടുക്കരുതെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു. ഭയമല്ല, ധൈര്യമാണ് വേണ്ടത്. അതാണ് എൻ്റെ മോള് ഇവിടെ കാണിക്കേണ്ടതെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് തലയിൽ ഇങ്ങനെ കൈയും വെച്ചിരിക്കുക നമ്മുടെ അമ്മ ശോഭാമ്മ. അപ്പം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നീ അവനെ പേടിക്കുന്നതെന്ന് അച്ഛൻ ചോദിച്ചു. നീ ഒരു ടീച്ചറാണ്, ഗുരുവാണ്. അപ്പോൾ ഇരുട്ടിനെ അകറ്റുന്നവനാണ് ഒരു നല്ല അധ്യാപകൻ. ആ പാരമ്പര്യം അത് നീ കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ പൂർണ്ണ സമ്മതം, പൂർണ്ണ ധൈര്യം, എല്ലാം പറഞ്ഞു കൊടുക്കുക. എൻ്റെ മോള് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് അച്ഛൻ എന്നിട്ട് ഈ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പാറുവിനോട് ശോഭയോടും പറഞ്ഞു. മറ്റൊന്നും എനിക്കിപ്പോൾ പറയാനില്ലെന്നും പറഞ്ഞു അങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് സേതു വീട്ടിലേക്ക് വന്നു. സേതു വന്നപ്പോൾ നമ്മുടെ പല്ലവി അവിടെ ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ പല്ലവിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സേതു ഇങ്ങനെ കുറച്ച് നേരം പല്ലവിയെ തന്നെ നോക്കി ഇങ്ങനെ നിന്നു കേട്ടോ. ഞാൻ കരുതിയത് പല്ലവിയുടെ മനസ്സിൽ ഞാനുണ്ടെന്നാ.
ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അങ്ങനെയല്ല എന്നുള്ളത് എന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു. ഒരേ ഒരു കോള് ചെയ്താൽ പോരായിരുന്നോ, അവിടെ ഞാൻ പാഞ്ഞെത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ സേതുവേട്ട അത് കോളേജാണ്, അവിടെ എല്ലാവർക്കും അങ്ങനെ ഓടി വന്ന് കയറാൻ പറ്റില്ല. അപ്പം അവൻ കയറിയതോ, അവൻ സ്റ്റുഡൻ്റായിട്ടാണ് വന്നത്, ആ സൗകര്യം അയാൾ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന് പറഞ്ഞു. കോളേജിൽ കയറാൻ പറ്റിയില്ലെങ്കിലും അവൻ്റെ വീട്ടിലേക്ക് കയറാൻ പറ്റത്തില്ല, ഇപ്പം തന്നെ ഞാൻ പോകാൻ പോവുകയാണെന്ന് പറഞ്ഞു സേതു. അവൻ്റെ നെഞ്ചും കൂടി ഇടിച്ച് കൊലക്കും. അപ്പോഴേക്കും പല്ലവി തടഞ്ഞു സേതുവിന്, വേണ്ട സേതുവേട്ടാന്നും പറഞ്ഞു. അപ്പോൾ എന്താ പല്ലവിയുടെ തീരുമാനം, അവനെ സഹിക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ സഹിക്കണോ വേണ്ടോ, ഒരു തീരുമാനം ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല സേതുവേട്ടാ. ജോലി ഉപേക്ഷിക്കാനാ പൂർണിമാമ എന്നോട് പറയുന്നത്, പാടില്ല എന്ന് അച്ഛനും പറയുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇതുവരെ വ്യക്തമായൊരു തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല സേതുവേട്ടാ. അപ്പോൾ ജോലി ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ അവൻ ജയിക്കുന്നത് പോലെ ആകില്ലേ പല്ലവി, അവനെ ജയിപ്പിച്ചുകൂടാ. എത്ര കാലം ഇങ്ങനെ പേടിച്ച് മുന്നോട്ട് പോകും. നമ്മൾ അങ്ങോട്ട് കയറി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ ഇങ്ങോട്ട് വന്നാൽ വിട്ടുകൊടുക്കരുത്, ഒരു കാരണവശാലും ഒരു ദാക്ഷിണ്യം കാണിക്കരുത്. നാളെ കോളേജിൽ പോകണം എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. പല്ലവി പോയി പഠിപ്പിക്കണം. അവൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയും വേണമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു സേതു പല്ലവിക്ക് പറഞ്ഞു കൊടുക്കുക. പല്ലവി ഇപ്പം പേടിച്ചാൽ ഈ ജീവിതകാലം മുഴുവനും അവനെ പേടിച്ച് ജീവിക്കേണ്ടി വരും പല്ലവിക്ക്. എന്താ അത് വേണോ? തോറ്റു കൊടുക്കരുത്, ഒരിക്കലും അവൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കരുത് പല്ലവി ജീവിച്ച് കാണിക്കണം അവനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സമാധാനക്കേട് മുഴുവനും എനിക്കിപ്പോൾ പോയി സേതുവേട്ടൻ്റെ ഈ വാക്കുകൾ. ഞാൻ പോകാം സേതുവേട്ടാ, കോളേജിൽ പോകും, ഞാൻ പഠിപ്പിക്കും. ഞാൻ എന്തായാലും അവൻ്റെ കൂടെ ഇനി മുന്നോട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ, ഒരു ജീവിതവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഞാൻ ജോലി ഉപേക്ഷിക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അതും പറഞ്ഞു പല്ലവി നല്ല ബോൾഡായി. എന്തായാലും ഒരു നിഴൽ പോലെ ഞാൻ തൻ്റെ കൂടെ തന്നെ ഇല്ലേടോ, പിന്നെ താൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിച്ചു. അവന് പല്ലവി ഒരിക്കലും ഉപദ്രവിക്കാൻ പറ്റില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് സേതു പല്ലവിയോട് പറയണം. അതിനി വീട്ടിൽ വെച്ചിട്ടായാലും ശരി, എവിടെ വെച്ചിട്ടാണെങ്കിലും ശരി, ഞാനുണ്ടാകും തനിക്കെന്ന് പറഞ്ഞ് നമ്മുടെ സേതു അകത്തേക്ക് കയറിപ്പോയി. പല്ലവി ഇങ്ങനെ പ്രതീക്ഷയായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ പല്ലവിക്ക് ഇപ്പോൾ സേതുവിനോട് ശരിക്കും ഇഷ്ടമാട്ടോ, പക്ഷെ അത് പറയുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ നമ്മുടെ ഇന്ദ്രൻ കോളേജിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അമ്മ ചന്ദനക്കുറിയൊക്കെ തൊടിച്ച് മോനെ പറഞ്ഞു വിടുവാണ്, പോയി ശ്രീലാളിതനായിട്ട് വരാൻ പറഞ്ഞു. ദേ ഇപ്പം നീ പഠിക്കാനല്ല പോകുന്നത്, പഠിപ്പിക്കാനാ, ആ ടീച്ചറെ ഒരു പാഠം പഠിപ്പിക്കാനെന്ന് അമ്മ മോനോട് പറഞ്ഞു കൊടുക്കുന്നു. നിനക്കതിന് കഴിയട്ടെ എന്ന് അമ്മയ്ക്ക് പ്രാർത്ഥിക്കാനുള്ളൂ എന്നൊക്കെ പറയുമ്പം ഞാനത് നേടും അമ്മേ, അടിപൊളിയായിട്ട് ഞാൻ വരില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ അമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് കാല് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ച് പോകണു. അമ്മ മോനെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുക. ആ സമയത്ത് ഇന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വിശ്വൻ അങ്ങോട്ടേക്ക് കയറി വരിക. ചേട്ടൻ്റെ ഈ കോലമൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക അനിയൻ. അപ്പോൾ അമ്മ ഗാന്ധാരി എന്ന് കേട്ടിട്ടുണ്ടോ? ആ കൗരവരുടെ മമ്മിയല്ലേ, എനിക്കറിയാം. അതൊക്കെ എന്തിനാ ഇപ്പം ഇവിടെ പറയുന്നത്? അമ്മ ഗാന്ധാരിയെ പോലെ ആയതുകൊണ്ട്. അമ്മേ ദേ ദുര്യോധനൻ പല തെറ്റുകളും ചെയ്തു, പഞ്ചപാണ്ഡവരെയും കുന്തിയെയും അരക്കല്യത്തിലിട്ട് ചുട്ടുകരിക്കാൻ നോക്കി, അപ്പോഴൊന്നും ഗാന്ധാരി തിരുത്തിയിരുന്നെങ്കിലേ ഒരിക്കലെങ്കിലും നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് ആ മകനോട് പറഞ്ഞിരുന്നെങ്കിൽ ഗാന്ധാരിക്ക് ഒരിക്കലും ദുര്യോധനന്റെ മൃതദേഹം കാണേണ്ടി വരില്ലായിരുന്നു എന്ന് വിശ്വൻ. ഏട്ടൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അമ്മ തന്നെയാണെന്ന് പറഞ്ഞ് മകൻ എടുത്തിട്ട് ബോധിച്ചു അമ്മയെ. ഏട്ടനെ പോലെ മനോരോഗിയാണ്, ഏട്ടനൊരു മനോരോഗിയാണെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാലോ. അതിന് കാരണക്കാരി അമ്മ ഒറ്റ ഒരുത്തിയാണ്. അമ്മ ഇതെല്ലാം ഇത്രയും വഷളാക്കിയത്, അതിനുള്ളതെല്ലാം അമ്മ അനുഭവിക്കും. ഏതായാലും ഈ ജീവിതത്തിൽ ഞാനും ഒരു പെണ്ണ് കിട്ടുമായിരിക്കും, പക്ഷെ ഒരിക്കലും ഞാൻ അവളെയും കൊണ്ട് ഇവിടെ കാലുകുത്തത്തില്ല എന്ന് നമ്മുടെ വിശ്വൻ. ദൂരെ എവിടെയെങ്കിലും പോയി മാറി താമസിക്കത്തേ ഉള്ളെന്നും പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ഒന്നും കണ്ണെത്താത്ത ഒരിടത്ത് ഞാൻ പോകുമെന്ന് പറഞ്ഞ് എങ്കിലേ എനിക്കെങ്കിലും സമാധാനമായിട്ടൊരു കുടുംബജീവിതം ഉണ്ടാകുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വിശ്വൻ അവിടെ നിന്ന് അങ്ങ് പോവുക. ഇനി വരാൻ പോകുന്ന നമ്മുടെ വയസ്സാങ്കാലം അതമ്മ മറക്കണ്ട, അനുഭവിക്കും അമ്മ. ഏതായാലും ആരുമില്ലാതെ അമ്മ വല്ല ആശുപത്രിയിലോ അല്ലെങ്കിൽ വലിയ അനാഥാലയത്തിലും പോയി കിടക്കേണ്ടി വരും, അവിടെ കിടന്ന് തീരേണ്ടി വരും അമ്മയുടെ ഈ ആയുസ് മുഴുവനും. ഈ ആയുസ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വൻ ഇങ്ങനെ പറഞ്ഞു, ചിന്തിക്കേ, ഇതൊക്കെ വേണോ, മാന്യമായി ജീവിക്കണമെന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് മകൻ പറയാം, അമ്മ ചിന്തിച്ചാൽ അമ്മ തിരുത്തിയാൽ മാത്രമേ ഏട്ടൻ ഇനി രക്ഷപ്പെടുള്ളൂ, ഒന്നുമില്ലെങ്കിൽ സ്വന്തം ചോരയല്ലേ അമ്മേ, അതിൻ്റെ സങ്കടം കൊണ്ട് പറയുന്നതാമേ. അതും പറഞ്ഞ് വിശ്വൻ അങ്ങ് കയറിപ്പോയി. വിശ്വൻ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി അവിടെ നിന്ന് ആലോചിക്കുക, എന്ത് കാര്യം, ഒരു കാര്യവും ഇല്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.